ഹലോ യൂട്യൂബ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റേതുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില്ല 450 ആണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബൈക്ക്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. പുറത്തുനിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ, അതായത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ കണ്ട അതേ സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്, പ്രത്യേകിച്ച് ഇതാ ഈ കളർ ഒരു രക്ഷയില്ല അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഓക്കെ, ഇവിടുന്ന് കട്ട്. അപ്പം നേരെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന് എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എഞ്ചിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഹിമാലയനെ കണ്ടേക്കുന്ന അതേ 452cc ആണ് ഇതിന് വന്നേക്കുന്നത്. അത് 39.5 ഹോഴ്സ് പവറും 40 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. അത് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കാണിച്ചു തരാം. മോനെ വിഷയം തന്നെ കേട്ടോ. കൈ എടുത്തപ്പോൾ വണ്ടി ഒരു ലാഗോ ഒന്നുമില്ലാതെ തേർഡ് ഗിയറിന് പട്ടയെന്ന് പറഞ്ഞാണ് വലിച്ചെടുത്തോണ്ട് ഒരു രക്ഷയില്ല. കിടിലോ എന്ന് വെച്ചാൽ കിടിലം പവർ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ക്യാപ്ചർ ആവില്ലെന്ന് എനിക്കറിയാം. ഞാൻ നല്ല ബഹളത്തിലാണ് മിണ്ടുന്നത്. അയ്യോ, നല്ല ക്രോസ് വിൻസ് ഉണ്ട്. അപ്പോൾ ക്യാപ്ചർ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ വണ്ടിയുടെ പവർ രക്ഷയില്ല. മാരകം എന്ന് വെച്ചാൽ മാരകം. ക്രോസ് വിൻസ്, അതായത് മറ്റേ നേക്കഡ് ബൈക്കാണെങ്കിലും അധികമൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ക്രോസ് വിൻസില്ല. അതായത് ഇപ്പോൾ നല്ലൊരു കാറ്റടിച്ചാൽ വണ്ടി ഇങ്ങനെ വളഞ്ഞു പോകുന്നുള്ളൊരു പേടി എനിക്കിതുവരെ വന്നില്ല. നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ ഇതിലെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റിംഗ് കംഫർട്ട് കൊള്ളാം. ഇതുവരെ പട്ടക്സൊന്നും വലിയ പെയിനൊന്നും എടുത്തില്ല. ഞാൻ സിറ്റി ട്രാഫിക്കിലെല്ലാം ഞാൻ ഇവിടെ ഓടിച്ചു. എറണാകുളത്തെ ട്രാഫിക് നിങ്ങൾക്കറിയാലോ, നല്ല കിടിലം ട്രാഫിക്കാണ്. അപ്പോൾ ഇതിൽ സീറ്റിങ്ങിലൊന്നും കുഴപ്പമില്ല. പിന്നെ അപ്പർ ബോഡി പറയുകയാണെങ്കിൽ അപ്പർ ബോഡി ഇത്തിരി അപ്രൈറ്റ് ആണ്. ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ ബോദറിങ് ഒന്നും ആയിട്ടില്ല. കംഫർട്ടബിളാണ്. ലോവർ ബോഡി പറയുകയാണെങ്കിൽ കാലിത്തിരി സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും സ്റ്റിൽ കംഫർട്ടബിളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫറാണ് കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും റോയൽ എൻഫീൽഡ് വീഡിയോസിൽ പറയുന്നില്ല, ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് മിറേഴ്സ്. ബാക്കി വരുന്ന വണ്ടികൾ കാണാം, കുഴപ്പമൊന്നുമില്ല. വൈബ്രേഷൻസ് ഉണ്ട്, അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. അപ്പോൾ വൈബ്രേഷൻസ് കുറിച്ചാണ്. വണ്ടിയുടെ എവിടെ നിന്നും വലിയ വൈബ്രേഷനൊന്നും ഇല്ല. നോക്കിങ്ങോ ഒന്നുമില്ല. സ്മൂത്തായിട്ടാണ് പോകുന്നത്. വണ്ടി ഏത് ഗിയർ ഇട്ട് എങ്ങനെ ഓടിച്ചാലും, സ്പീഡിൽ പോലും പയ പോലും ശരി, വലിയ രീതിയിൽ നോക്കിങ് ഒന്നും ഞാൻ അറിയുന്നില്ല. നല്ല സ്മൂത്ത് ഔട്ടായിട്ടാണ് പോകുന്നത്. ഒരു ഫാൾസ് ന്യൂട്രസോ ഒന്നുമില്ല. ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പക്ക സ്മൂത്തായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. 5ാമത്തെ ഗിയർ 50 പോകുമെന്ന് വെച്ചാൽ പോകും, പക്ഷേ ഞാൻ ഇടുന്നില്ല. 4ാമത്തെ ഗിയർ പോകാനാണ് രസം. പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് 30 പറയുന്നത്. പക്ഷേ സിറ്റിയിലൊരു 25-നകത്ത് പ്രതീക്ഷിച്ചാൽ മതി. കയറിപ്പോൾ കുറേ നേരത്തെ പുള്ളിക്കാരെ എൻ്റെ ബാക്കിൽ കിടന്ന് ഹോണടിയ അമ്മേ. അപ്പോൾ നമുക്ക് പയ്യെ റൈറ്റ് എടുക്കാം. വൈബ്രേഷൻസ് ഒരുവിധ ഫുഡ് റെസ്റ്റിലോ ഹാൻഡിൽ ബാർസിലോ ടാങ്കിലോ എവിടെയോ ഇല്ല. ഞാൻ ടാങ്ക് ഹഗ് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ എവിടെയോ ഒരു വൈബ്രേഷനോ ഒരു രീതിയിൽ ബോധർ ചെയ്യുന്ന ഒന്നും എവിടെയില്ല. പിന്നെ ചില ഗിയറിൽ സ്പീഡിൽ പോകുമ്പോഴൊക്കെ മിററി വൈബ്രേഷൻ വരും. അത് പിന്നെ ഉള്ളതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ പറഞ്ഞിട്ടാലെന്ന് വെച്ചാൽ അത് എല്ലാ വണ്ടിയിലും അങ്ങനെ വരുമല്ലോ. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് ഇവിടെ വണ്ടി തട്ടണ്ടായിരുന്നു. മിക്ക ബൈക്സിലും ആ ഒരു വൈബ്രേഷൻ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സഫാരിയാണോ? അല്ല, എൻഡവർ. പഴയ എൻഡവർ പോകുന്നില്ല, നല്ല രസമുണ്ട് കാണാം. സൈഡ് നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ ആദ്യം സഫാരിയാണെന്ന്, പക്ഷേ സഫാരി അല്ലായിരുന്നു. അപ്പോൾ എടുക്കല്ലേ ചേട്ടാ. ബ്രേക്സിനെ കുറിച്ച് നമുക്ക് അടുത്ത പറയാം. ബ്രേക്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫ്രണ്ട് ഒരു രക്ഷയില്ല. വൈബ്രയുടെ ബ്രേക്സാണ്. പിടിച്ചാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ബാക്ക് എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഒന്നുമില്ല. ഞാൻ ബാക്ക് അമിതമായി പിടിച്ചില്ല. ഞാനൊരു 80-20 രീതിയിലാണ് പിടിച്ചത്. ഫ്രണ്ട് 80 ബാക്ക് 20 ആയിട്ടുള്ള രീതിയിലാണ് പിടിച്ചത്. ആ രീതിയിൽ വണ്ടി നല്ല രീതിയിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് ഇത്ര സ്പീഡിൽ പോയാലും വണ്ടി നിൽക്കും എന്നുള്ളൊരു കംഫോർട്ടല്ല, കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്കിംഗ് അത്രയേ ഉള്ളൂ. പിന്നെ
ഇതിപ്പം മിഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഓൺ റോഡ് വരുന്നത് 3,22,000 രൂപയാണ്. അപ്പോൾ ഇതിന് 3 വേരിയൻ്റാണ് വരുന്നത്. ബേസ് വേരിയൻറ്റ്, ബാഷ്, ഫ്ലാഷ്, അങ്ങനെ എന്തോ കണ്ടെയാണ് പേര്. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് കൊടുത്തേക്കാം താഴെ. അപ്പോൾ ബേസ് വേരിയൻറ്റ് 3,14,000 രൂപ ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. പിന്നെ ഫ്ലാഷ് വേരിയൻറ്റ് 3,28,000 രൂപ, 6,000 രൂപ വ്യത്യാസമുള്ളൂ. അത് ബാഷും ഫ്ലാഷും തമ്മിലുള്ള വ്യത്യാസം കളർ വേരിയൻസിൽ എന്തോ വ്യത്യാസമൊന്നുമില്ല, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മിഡ് വേരിയൻ്റ് തന്നെ എടുക്കാനാണ്. അതിൽ ഈ ഒരു ബ്ലാക്ക് കളർ മോനെ എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഈ ബൈക്ക് ഇതിൽ കാണാൻ ഭയങ്കര രസമാണ്. ഇതിലെ ഗോൾഡൻ കളറും കൊള്ളാം, പക്ഷേ എനിക്കിതാണ് ബ്ലാക്കാണ് എപ്പോഴും എനിക്കൊരു ഇഷ്ടപ്പെട്ട കളർ. നമുക്കെന്തായാലും ഇവിടുന്ന് യൂട്ടേൺ എടുക്കുക. യൂട്ടേൺ എടുത്ത് തിരിച്ചു എന്ന് വെച്ചാൽ ഇവിടുത്തെ വഴികൾ എനിക്ക് അത്ര പിടുത്തമില്ല. കൊല്ലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉടക്കുവഴി കയറിയാൽ എവിടെ എത്തുമെന്നറിയാം. ഇവിടെ ഉടക്കുവഴി കയറി ഞാൻ ഇന്നാൾ പഴയ ഓർമ്മയിൽ കയറിയതാണ്, വഴി തെറ്റിപ്പോയി എനിക്ക്. ഇവിടെ യൂട്ടേൺ എടുക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇന്ന് ഈ വണ്ടി അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി ലഭിച്ചിരിക്കുന്നത് കൈസ് മോട്ടോഴ്സാണ്, വയറ്റിലുള്ള. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ബുക്കിംഗ് എൻക്വയറീസും ടെസ്റ്റ് ഡ്രൈവ്സിൻ്റെ എല്ലാമായി ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വണ്ടിയെക്കുറിച്ച് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഇവർ പറയുന്നതായിരിക്കും. യൂട്ടേൺ എടുക്കാൻ സമയമായില്ലേ അല്ലേ? പിന്നെ ഇതിൻ്റെ TFT ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് ഇട്ടേക്കുന്നത്. പക്ഷെ എന്നാലും സൂര്യനൊക്കെ ഡയറക്റ്റ് അടിക്കുമ്പോൾ എന്തോ എടുക്കാവോ, സൂര്യനൊക്കെ ഡയറക്റ്റ് അടിക്കുമ്പോൾ ഇത്തിരി പാടുണ്ട് എന്താണ് കാണാനായിട്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ക്യാമറയിൽ എങ്ങനെയാണ് പതിയുമോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ആ ഒരു സിഗ്നലും കൂടെ പോയി കഴിഞ്ഞിട്ട് യൂട്ടേൺ എടുക്കാം. ഇവിടുത്തെ സിഗ്നൽ ഇത്തിരി ഭയങ്കര ലോങ് ടൈമാണ് കേട്ടോ. നമുക്ക് വണ്ടിയുടെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുമോ അല്ലേ? ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ട്. ട്രാഫിക് എത്തുമ്പോഴായി കാലിൻ്റെ ഈ ഭാഗത്തോട്ട്, ഇപ്പോൾ ഞാൻ കാല് നിർത്തിയിട്ടേ വണ്ടി നിർത്തിയിട്ടേക്കാണ്, കാലിങ്ങനെ വെച്ചപ്പോൾ കാലിൻ്റെ ഈ ഭാഗത്തോട്ട് നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് എത്തുമ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞ കണക്കിതാ ഈ ഒരു ഭാഗത്തോട്ട് ഹീറ്റിംഗ് അറിയുന്നുണ്ട്. സ്വാമി അനുഗ്രഹിക്കണേ. അയ്യോ ചേച്ചി ഇറങ്ങില്ലേ. ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് കൈ കൊടുത്ത് നോക്കാം. കണ്ടോ, അതാണ് പവർ. കൈ കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെടുത്തോണ്ട്. പിന്നെ ഇതിനൊരു ചെറിയൊരു പ്രശ്നം ഞാൻ പറയാം. ഈ വണ്ടിക്ക് ഇവർ ത്രോട്ടിൽ പ്ലേ കൊടുത്തിട്ടില്ല കേട്ടോ. ത്രോട്ടിൽ പ്ലേ, അതായത് ത്രോട്ടിൽ പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അറിയാൻ പറ്റും എവിടെ നിന്നാണ് ആക്സിലറേഷൻ തുടങ്ങുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ എന്തോ പറയുന്നത്, കൈ കൊടുക്കുമ്പോൾ തന്നെ ആ ത്രോട്ടിൽ പ്ലേ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് പവർ അതായിരുന്നു. അപ്പോൾ ഓരോ തവണ ഗിയർ ഷിഫ്റ്റ് കൈ എടുക്കുമ്പോൾ വണ്ടി അങ്ങ് വലിച്ചെടുത്തുകൊണ്ട് പോയി തന്നെ. ഇത് കണ്ടോ, ത്രോട്ടിൽ പ്ലേ ഇല്ല കണ്ടോ, അതാണ് ഞാൻ പറയുന്നത്. അതിപ്പം തിരിച്ചു കൊടുക്കുമ്പോൾ വണ്ടിയുടെ കാര്യം പറയാം എന്തായാലും. അയ്യോ, പിന്നെ ഇതിൻ്റെ സൗണ്ട് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. വണ്ടി ഒരു വിസിലിംഗ് സൗണ്ടും ആ ഒരു എനിക്കത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. വണ്ടി കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അഡ്വഞ്ചർ എടുക്കുന്നതിന് വരെ ഞാൻ ഇതെടുത്തതിന് സത്യം പറഞ്ഞാൽ ആ ഒരു ഭംഗിയുണ്ട്. എനിക്ക് പറ്റിയ ബൈക്ക്. എനിക്ക് ബോഡി പെയിൻ ഇല്ല, ട്രാഫിക്കിൽ നല്ലോണം ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കംഫോർട്ടും ഉണ്ട്. പിന്നെ റിയർ പില്യൺ അതായത് റിയർ പില്യൺ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി പാടാണ് കേട്ടോ. ചെറിയ സീറ്റായതുകൊണ്ട് ഓരോ തവണ നമ്മൾ കൈ എടുക്കുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾ തെന്നിപ്പോകുന്നുണ്ട്. ഗ്യാബ്രിയിൽ അത് എനിക്ക് നേരെ അടിയിലോട്ടാണ് പോയേക്കുന്നത്. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. ഇതിൽ പിന്നെ പറയാനായിട്ടൊന്നുമില്ല, അതായത് മോശം എന്ന് പറയാനൊന്നുമില്ല. എല്ലാം നല്ല രീതിയിലാണ് വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത്. ഹീറ്റിംഗ് വരും, 400cc ആണ്, സബ് 400 അല്ലെങ്കിൽ സബ് 500cc വരുന്ന കാറ്റഗറി വരുന്ന ബൈക്കാണ്. ഹീറ്റിംഗ് വരും, നമുക്കത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓവറോൾ പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് എടുക്കാൻ. ഇത് എങ്ങനെയുള്ളവർക്കാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി യൂസിന് എടുക്കാം. പിന്നെ അതായത് സിറ്റിയിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മൈലേജ് ഇത്തിരി കുറവാണ്, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഈ നമുക്കൊരു ഇത്തിരി ലോങ്ങൊക്കെ ഓടിക്കാൻ പറ്റിയവർക്ക് പറ്റിയ വണ്ടിയാണിത്. പറയാൻ കാരണം വെച്ചാൽ വൈബ്രേഷൻ ഇല്ല, കംഫോർട്ടുണ്ട്, ലുക്സ് ഉണ്ട്, സൗണ്ട് ഉണ്ട്, കൈ കൊടുത്താൽ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പവറും ഉണ്ട്.
പിന്നെ ഈ ഇൻഡിക്കേറ്റർ ഓണാണോ? ആ, ഓണാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് കാണാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, ഈ റോയൽ എൻഫീൽഡ് ഗൊറില്ല 450യുടെ റിവ്യൂ ഇത്രയും ഉള്ളൂ. അമ്മേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, കാറുകാരൻ ഹാർഡ് ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി അതിനനുസരിച്ച് ബാലൻസ് ഒന്നും പോവാതെ കറക്റ്റായിട്ട് നിന്ന്. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇവിടെ നിന്നാണോ തിരിഞ്ഞു കൊണ്ടത്, അപ്പുറത്തു നിന്നാണോ? ദൈവമേ, കൺഫ്യൂഷൻ ആയല്ലോ. ഇതാണ് എൻ്റെ പ്രശ്നം, വഴികൾ പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡ് ഗൊറില്ല 450യുടെ റിവ്യൂ ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതേപോലുള്ള വീഡിയോസിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മേ, ബൈ ബൈ. പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം കൂടി പറയാം. വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിങ് ബട്ടർ സ്മൂത്താണ് കേട്ടോ. അതായത് ക്ലച്ച് പിടിച്ച് ഗിയറിട്ടിട്ട് അടുത്ത ഗിയറിട്ടിട്ട് ക്ലച്ച് വിടുമ്പോഴൊന്നും ഒരു ജെർക്കിങ്ങോ ഒന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് ഗിയർ വീഴുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഫാസ്റ്റ് ന്യൂട്രസോ ഒന്നുമില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ 6th ഗിയർ ഇടേണ്ട ആവശ്യം എനിക്കിതുവരെ വന്നില്ല.